ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ജെഎംഎസ് വെൽത്ത് ക്രിയേറ്റേഴ്സ്. നമ്മൾ ഇൻഡെക്സ് ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി ഒരു ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് മാർക്കറ്റിലെ സപ്പോർട്ടാണ്, അല്ലെങ്കിൽ തലേ ദിവസം കുറേ വരയം വരച്ചിട്ട് നാളെ ട്രേഡ് എടുത്തു എന്നുള്ള കൺസെപ്റ്റ് അല്ല. ലൈവ് മാർക്കറ്റിൽ നമ്മൾ ലൈവായിട്ട് ലേൺ ചെയ്യണ ഒരു ഇൻഡെക്സ് ഓപ്ഷൻ ബൈ ചെയ്യണ ഒരു കമ്മ്യൂണിറ്റിയാണ്. താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇത് എത്ര ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പല ആൾക്കാരും ട്രേഡിംഗ് കോഴ്സ് ഒക്കെ എടുത്തിട്ട് അതിനകത്തൊന്നും ഒരു പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാതെ ലൈവ് മാർക്കറ്റിൽ സ്ട്രഗിൾ ചെയ്യണ വ്യക്തികൾ, അല്ലെങ്കിൽ വർക്ക് ചെയ്യണ ഒരാളാണ്, അവർക്ക് അനാലിസിസ് നടത്താൻ പറ്റില്ല. അത്ര ആൾക്കാരാണെങ്കിലും നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളൊരു കാര്യം നടന്നു കഴിഞ്ഞിട്ടല്ല ഡിസ്കസ് ചെയ്യണത്, നടക്കണക്കാട്ടിയും മുമ്പാണ്. അതും ഏറ്റവും ചുരുങ്ങിയത് ഒരു 5-10 മിനിറ്റ് മുമ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. ലൈവ് മാർക്കറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലേൺ ചെയ്യാനുള്ള കമ്മ്യൂണിറ്റിയാണ്. താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം ജോയിൻ ചെയ്യാം. ഇത് റിയൽ ട്രേഡേഴ്സ് അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം നമ്മൾ സ്റ്റാർട്ട് ചെയ്യേക്കുന്ന കമ്മ്യൂണിറ്റിയാണ്. അതല്ലാതെ മാസത്തിൽ വെറുതെ ഒരു ദിവസം വന്ന് നോക്കിയിട്ട് പോകാനുള്ള ആൾക്കാരാണെങ്കിൽ വരണ്ട. കാരണം നിങ്ങൾക്ക് പറ്റിയ പരിപാടിയല്ല ട്രേഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് അതിനുവേണ്ടി തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നാൽ മാത്രമുള്ളൂ നമുക്ക് നല്ല പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ മാർക്കറ്റ് തരുള്ളൂ. അതല്ലാതെ നിങ്ങൾ അൽഗോ ട്രേഡിങ് അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലൊക്കെ പറയണമെങ്കിൽ കേട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ക്യാഷ് പോകും. അപ്പോൾ പല ആൾക്കാർ ട്രേഡിംഗ് കോഴ്സൊക്കെ എടുത്തിട്ട് അത്ര ആൾക്കാരുടെ ഒരു ലൈവ് മാർക്കറ്റിലൊന്നും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല, ഒരു റിസൾട്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാമെന്നാണ് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന, നമ്മുടെ ഫ്രീ ലേണിംഗ് കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്ന ട്രേഡും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അനാലിസിസ് നടത്താം. നമുക്ക് ഫസ്റ്റ് ട്രേഡ് നമ്മൾ പ്ലാൻ ചെയ്തത് 9:39 നമ്മൾ പ്രോപ്പറായിട്ട് 15 മിനിറ്റ് സെല്ലിംഗ് ക്യാൻഡിൽ നമ്മുടെ ലെവലിനെ മെയിൻലി ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു എൻട്രി പ്രൈസിൽ ലിമിറ്റ് പ്ലേസ് ചെയ്യണത്, അതല്ലെങ്കിൽ CMP എൻട്രി എടുക്കുന്നത്. കാരണം ക്യാൻഡിൽ ക്ലോസിങ്ങും നമ്മുടെ എൻട്രി പ്രൈസിന്റെ ഡിഫറൻസ് 15 രൂപയിൽ താഴെയാണെങ്കിൽ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി എടുക്കാം. നമ്മൾ 167.75 ആ ട്രേഡ് പ്ലാൻ ചെയ്തത്. കാരണം ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിലായിട്ട് ക്ലോസിങ് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാമെന്നാണ്. 5:30, അത് 5 മിനിറ്റ് 30 സെക്കൻഡും കൂടി ഉണ്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാം. 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിംഗ് ആണ്. നമുക്ക് ആ ഒരു ട്രേഡ് നോക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ ഫോം ആണ ടൈമിലാണ് നമ്മുടെ ആ ഒരു ലേണിംഗ് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. പക്ഷെ എന്ത് സംഭവിച്ച് നമുക്ക് പ്രോപ്പറായിട്ടൊരു സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടില്ല, ബൈയിങ് ക്യാൻഡിലാണ് എൻട്രി എടുത്തില്ല. നമ്മളൊരു സെല്ലിംഗ് ക്യാൻഡിൽ വേണ്ടി വെയിറ്റ് ചെയ്യണമായിരുന്നു. പ്രോപ്പറായിട്ട് നമുക്ക് സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടിയത് ഈ ഒരു ഏരിയയിലായിരുന്നു. ഇതൊരു 187.25 നമ്മൾ സെക്കൻഡ് എൻട്രി പോയിന്റ് 9:42 അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 187.25 പ്രോപ്പറായിട്ട് നമുക്ക് സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടി. നേരെ ലിമിറ്റ് പ്ലേസ് ചെയ്യുക നമ്മുടെ എൻട്രി പ്രൈസ്, അതല്ലെങ്കിൽ നമ്മുടെ ക്യാൻഡിൽ ക്ലോസിങ്ങും എൻട്രി പ്രൈസിന് ഡിഫറൻസ് 15 രൂപയിൽ താഴെയാണെങ്കിൽ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി എടുക്കാം. അതിന്റെ കൂടുതലാണെങ്കിൽ ലിമിറ്റ് പ്ലേസ് ചെയ്യുക, അതിന്റെ താഴെയാണെങ്കിൽ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ എൻട്രി എടുക്കാം. അത്രയേ ഉള്ളൂ. പ്രോപ്പറായിട്ട് നമ്മൾക്ക് ഇവിടെ ട്രേഡ് ആക്റ്റീവായി, നമുക്ക് ലിമിറ്റ് എല്ലാം ആക്റ്റീവായി. 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, മിനിമം ടാർഗറ്റ് 1:2 ആണ്. നമ്മൾ അത്ര പ്രതീക്ഷിക്കാനുള്ള, അല്ല വലിയ ടാർഗറ്റ് ഒന്നും വേണ്ട. ഡെയിലി 1:2 എടുക്കുക എന്നുള്ള കൺസെപ്റ്റാണ്, അല്ലാതെ 1:5 1:10 എന്നൊക്കെയുള്ള ഇല്ല. ഡെയിലി നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണ ഒരു സ്ട്രാറ്റജിയാണ് നമ്മൾ ഫോളോ ചെയ്യണത്. ഇത് നമ്മൾ പ്രോഫേമിലും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്യുന്ന സ്ട്രാറ്റജിയാണ്. പണ്ട് നമ്മൾ 1:5 ഒക്കെ എടുത്ത് ചെയ്തിരുന്നു. അതൊന്നും വേണ്ട. കാരണം 1:5 1:10 എന്നൊക്കെ പറഞ്ഞാൽ 10 ട്രേഡിൽ ചിലപ്പോൾ 1-2 ട്രേഡ് കിട്ടും. പക്ഷേ നമ്മൾ 1:2 എന്നൊക്കെയുള്ള കൺസെപ്റ്റ് ആണെങ്കിൽ ഡെയിലി അത് മാർക്കറ്റ് തരും. 15 പോയിന്റ് സ്റ്റോപ്പ് ലോസ്, 30 പോയിന്റ് ടാർഗറ്റ്. വ്യക്തമായിട്ട് നമുക്ക് നമ്മുടെ ഒരു 1:2 ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. അത്ര മതി. പിന്നെ തിരിച്ച് വീണ്ടും ആ ലെവലിലോട്ടൊക്കെ വീണ്ടും വന്നിട്ടുണ്ട്. അത്ര ആൾക്കാർക്ക് വീണ്ടും എൻട്രി എടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. പ്രോപ്പറായിട്ട് പിന്നെ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിങ്ങും എൻട്രി പ്രൈസും ഡിഫറൻസും കൂടി നോക്കണം. 15 രൂപയുടെ മേലിലാണ്, റിസ്ക് കൂടുതലാണ്. കയറി ഒരു പുഷൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ബൈയിങ് ക്യാൻഡിലായിട്ട് ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അത് കോസ്റ്റിലോട്ട് കയറ്റി വെക്കുന്ന പരിപാടിയാണ് ചെയ്യണത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു എൻട്രി പോയിന്റ് ഉണ്ടായിരുന്നത് നിഫ്റ്റിന്റെ 23,758 ആ ഒരു ഫോം ചെയ്യുന്ന ടൈമിൽ സപ്പോർട്ടാണെന്ന് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അത് അപ്ഡേറ്റ് ചെയ്യേണ്ട 23,879. ലൈവ് മാർക്കെല്ലാം നമ്മൾ ചെയ്യണത്. നമ്മൾ ഇതിന്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്ത് വെച്ചത് 187.25 നമ്മുടെ ആ ഒരു കറണ്ട് ഡേ ഹൈ ആണ്. അതായത് ഇന്ന് ഉണ്ടാക്കിയ ഈ ഒരു ഹൈ ഇവിടം വരെ നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ മിനിമം 1:2 ടാർഗറ്റ് അത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടാർഗറ്റ് ഇട്ടായപ്പോൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യണ്ടായിരുന്നു.
പിന്നെ വലിയ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ട്രെയിലിംഗ് SL ഹിറ്റ് ആയിട്ടുണ്ട്. കാരണം നമുക്കൊരു 1:2 നമുക്കൊരു മൊമെന്റം കിട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് വെക്കും. അത് പ്രോപ്പറായിട്ട് ചില ആൾക്കാരുടെ വന്ന് ഈ ഒരു ക്യാൻഡിലൊക്കെ വന്ന് ചിലപ്പോൾ ഹിറ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു ക്യാൻഡിൽ ഹിറ്റ് ആയിട്ടുണ്ടാവും ഈ ഒരു ക്യാൻഡിൽ. പിന്നെ നമുക്ക് നെക്സ്റ്റ് എൻട്രി 140.45 140.45 23,750 കോൾ ഓപ്ഷന് 8:50 9 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ മുമ്പാണ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. അത് നിങ്ങൾ നോക്കിയേക്കാം 11:21. ഇതെല്ലാം റിയൽ പ്രൂഫാണ്, അല്ലാതെ ആഫ്റ്റർ മാർക്കറ്റ് ഒന്നും ഞാൻ പറയണല്ല. അല്ലെങ്കിൽ തലേ ദിവസം കുറേ ചവറുപോലെ വരെ വരച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. ലൈവ് മാർക്കറ്റിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്പൊ 140.45 നോക്കുകയാണെങ്കിൽ 140.45 ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ നമ്മൾ 23,800 പുട്ടും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. 23,800 പുട്ട് ഓപ്ഷൻ ഈ ഒരു ഏരിയയിൽ, അതായത് 220, 221, 20 ഈ ഒരു ഏരിയയിൽ ഇവിടെ പ്രോപ്പറായിട്ട് പുട്ട് ഓപ്ഷൻ റെസിസ്റ്റൻസ് എടുക്കുക. ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് 140.45 കോൾ ഓപ്ഷൻ സപ്പോർട്ട് എടുക്കുക. ആ ഒരു രീതിയിലാണ് എൻട്രി പ്ലാൻ ചെയ്തത്. പക്ഷേ എന്ത് സംഭവിച്ചത്, 6 മിനിറ്റ് മുമ്പാണ് നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തത്. നിങ്ങൾക്ക് ലൈവിൽ കാണാം, തെളിവാണിത്. പ്രോപ്പറായിട്ട് ഈ ഒരു സെല്ലിംഗ് ആയാലും ഇവിടെ ടാപ്പ് ചെയ്ത് ഫെയിൽ ആണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ എന്ത് സംഭവിച്ചു, ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ പ്രോപ്പറായിട്ട് താഴെ ക്ലോസ് ചെയ്ത്, അതുകൊണ്ട് നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വന്ന് എൻട്രി എടുത്തില്ല. അതിൻ്റെ കൂടെ തന്നെ പുട്ട് ഓപ്ഷൻ്റെ മേലിൽ ക്ലോസ് ചെയ്ത് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു. പ്രോപ്പറായിട്ട് നമുക്കൊരു ഇവിടെ ഒരു ബൈയിങ് ക്യാൻഡിൽ കിട്ടുക, നമുക്ക് ഇവിടെ എൻട്രി എടുക്കേണ്ട സ്ട്രൈക്കിൽ സെല്ലിംഗ് ക്യാൻഡിൽ കിട്ടുക, അത്രയേ ഉള്ളൂ. പ്രോപ്പറായിട്ട് നമുക്ക് എൻട്രി കിട്ടി. ഇവിടെ നമുക്ക് എന്തുകൊണ്ട് എടുക്കാൻ പറ്റില്ല, നമ്മുടെ ലെവലിന്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത്. പിന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും, പക്ഷെ റിസ്ക് ആണത്, റിസ്ക് കൂടുതലുണ്ട്. നമ്മുടെ സ്റ്റോപ്പ് ഒന്നും പോയിട്ടില്ല, കറക്റ്റ് ആണ്. പക്ഷെ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കിട്ടി. അത് നമ്മുടെ മിനിമം ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഈ ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് 20% ഡിഫറൻസ് 15 രൂപേന്റെ താഴെയാണ്. നേരെ CMPയിൽ നമ്മുടെ എൻട്രി ആക്റ്റീവായി, അതല്ലെങ്കിൽ ലിമിറ്റ് എന്തും ആയിക്കോട്ടെ ആക്റ്റീവായി. നമ്മുടെ 15 പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ 30 പോയിന്റ് ടാർഗറ്റ് നമുക്ക് വ്യക്തമായിട്ട് 1:2 കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും നമ്മൾ എപ്പോഴും എൻട്രി എടുക്കുന്നത് ഒരു റെസിസ്റ്റൻസിൽ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് 15 മിനിറ്റ് പിന്നെ ഒരു ബൈയിങ് ക്യാൻഡിൽ കിട്ടുക. ബൈയേഴ്സ് ഫെയിൽ ആകുമ്പോഴാണ് പിന്നെ താഴോട്ടുള്ള പുഷ് വന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താ, പ്രോപ്പറായിട്ട് ഒരു സപ്പോർട്ടിൽ ഒരു ബൈയേഴ്സ് അതിൻ്റെ മേലിൽ ക്ലോസ് ചെയ്യാൻ നോക്കി. പിന്നെ നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ സെല്ലേഴ്സ് താഴെ പുഷ് ചെയ്യാൻ നോക്കും. അവരവിടെ ഫെയിൽ ആവുന്നതോടുകൂടി മാർക്കറ്റിൽ മേലിലോട്ടുള്ള മൊമെന്റം വരും. അത്രയുള്ള മാർക്കറ്റിന്റെ കാര്യങ്ങൾ. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് 140.45 ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു ബൈയിങ് ക്യാൻഡിൽ കിട്ടി. ഇവിടെ ഷോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സ് ആണെങ്കിൽ ഇവിടെ നേക്കഡായിട്ട് ഒരു ഓപ്ഷൻ സെല് ചെയ്യുക. കാരണം പ്രോപ്പറായിട്ട് നമ്മുടെ കണ്ടീഷനാണ്. പ്രോപ്പറായിട്ട് സെല്ലേഴ്സ് ക്ലോസ് ചെയ്ത് പിന്നെ നമുക്കൊരു ബൈയിങ് ക്യാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബൈയിങ് ക്യാൻഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ ഒരു ബൈയിങ് ക്യാൻഡിൽ ഈ ഒരു ലെവലിന്റെ മേലിൽ ക്ലോസ് ചെയ്ത കണ്ടീഷൻ നെഗറ്റീവ്, അത് മനസ്സിലാക്കിയേക്കാം. അതല്ല ചാടിക്കയറിയുണ്ട്. ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബൈയിങ് ക്യാൻഡിന് മേലിൽ ക്ലോസ് ചെയ്താൽ ഒരിക്കലും പോയി പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ പാടില്ല, ട്രാപ്പ് ആവും. നമുക്കിവിടെ പ്രോപ്പർ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും നോക്കിയിട്ടുള്ള കൺസെപ്റ്റ് ഫോളോ ചെയ്യണം. പ്രോപ്പറായിട്ട് ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു സെല്ലേഴ്സ് 15 മിനിറ്റ് ക്യാൻഡിലാണ് നമ്മൾ നോക്കുന്നത്. 5 മിനിറ്റോ 1 മിനിറ്റ് ഒന്നുമല്ല. ടെൻഷൻ ഫ്രീ ആയിട്ട് ഏതൊരാൾക്കും ടെൻഷൻ ഫ്രീ ആയിട്ട് 100% ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള കൺസെപ്റ്റാണ്. നിങ്ങൾ പല ചാർട്ടും നോക്കി പല സ്റ്റോക്കും നോക്കി ഇതിന്റെ വെയിറ്റേജ് അല്ല, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിലെ കാര്യങ്ങൾ നോക്കി, അല്ലെങ്കിൽ ട്രംപ് എന്താണ് പറയണത്, അല്ലെങ്കിൽ യുദ്ധം എന്താണ്, അതൊന്നും ആവശ്യമില്ല ട്രേഡ് ചെയ്യാൻ വേണ്ടി. പ്യുവർ ചാർട്ട് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം നോക്കി നമുക്ക് ട്രേഡ് ചെയ്യാം. അതാണ് നമ്മൾ ലൈവിൽ ചെയ്യണത്. പ്രോപ്പറായിട്ട് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഒരു ബൈയിങ് ക്യാൻഡിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബൈയേഴ്സ് മേലിൽ ക്ലോസ് ചെയ്ത കണ്ടീഷൻ നെഗറ്റീവ് ആണ്. കാരണം ബൈയേഴ്സ് ടേക്ക് ഓവർ ചെയ്യും. അത് സംഭവിച്ചിട്ടില്ല. പ്രോപ്പറായിട്ട് ഈ ബൈയേഴ്സ് ഫെയിൽ ആവുന്നതോടെ സെല്ലേഴ്സ് വീണ്ടും മാർക്കറ്റിൽ ആക്റ്റീവായി. നോക്കുകയാണെങ്കിൽ നല്ല ഒരു മൊമെന്റം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ എൻട്രി എടുക്കുക വിത്ത് 15 പോയിന്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. നമ്മുടെ മിനിമം ടാർഗറ്റ് 30 പോയിന്റ്, അത് പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹയർ ടാർഗറ്റിന് വേണ്ടി ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് ആ ടാർഗറ്റ് ഇടിക്കുമ്പോൾ നേരെ കോസ്റ്റ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അത്ര ആൾക്കാർക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറയാനുള്ള അത് നമ്മുടെ ഒരു ഓപ്ഷനാണ്. അതല്ലെങ്കിൽ മിനിമം ടാർഗറ്റേ നമ്മൾ പറയാനുള്ളൂ 30 പോയിന്റ്. സിമ്പിൾ ടാർഗറ്റാണ്, സിമ്പിൾ സ്റ്റോപ്പ് ലോസും സിമ്പിൾ ടാർഗറ്റും. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. ഫ്രീ കമ്മ്യൂണിറ്റിയാണ്. എല്ലാവർക്കും നമ്മുടെ കൂടെ ഫയേഴ്സിലോ ധന്നിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അത്ര ആൾക്കാർക്ക് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ലേണിംഗ് ലൈവ് മാർക്കറ്റ് ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഇൻഡെക്സ് ഓപ്ഷൻ ബൈയിങ് ആണ് നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനി ഫോറക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ബേസിക് ഇപ്പോൾ ഫോറക്സ് നാസ്ഡാക്ക് 100 ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗോൾഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യൂറോ USD
സോറി UR അല്ല GBP USD അല്ലെങ്കിൽ USD JPY അത്രയും പെയർ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് നമ്മുടെ സർവീസ്, വിത്തൗട്ട് എനി ഫീസ്, 0 ഫീ ആണ്. ആകെ വേണ്ടത് നമ്മുടെ കൂടെ പയേഴ്സിലോ ധനിലോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അത്ര ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ പല ട്രേഡിംഗ് മെൻറ്റേഴ്സിൻ്റെ അടുത്ത് 10,000 കൊടുത്ത് പഠിക്കണ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സിമ്പിളായിട്ട് ലൈവ് മാർക്കറ്റിൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാം. അതിനുവേണ്ടി താല്പര്യമുള്ള ആൾക്കാർക്ക് മാത്രം ജോയിൻ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.